നല്ലൊരു അടിപൊളി പണി കിട്ടി നിൽക്കുകയാണ്. നമ്മളെ വണ്ടി ചെറുതായിട്ടൊന്ന് ഇരുന്നിട്ടുണ്ട്, ചെറുതായിട്ടല്ല നല്ല രീതിക്ക് ഇരുന്നിട്ടുണ്ട്. ഒരു പൊടിക്കൂടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ വണ്ടി ആ കുഴിയിലേക്ക്, തൊട്ടടുത്തുള്ള കുഴിയിലേക്ക് മറിയും. അപ്പോൾ അത് കെട്ടിവലിക്കാനുള്ള ക്രെയിനാണ്. റോപ്പ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ റോപ്പ് വെച്ചിട്ട് വേണം പിന്നെ വലിക്കാനായിട്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നിർത്തിയതാണ്. ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെയിൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വേറൊരു ട്രക്ക് ആക്സിഡൻ്റ് ആയിട്ട് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി വന്ന ട്രക്കാണത്. ഒരു 2-3 മണിക്കൂറോട് ട്രാഫിക് ബ്ലോക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സൈഡാക്കിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് ബ്ലോക്കൊക്കെ ഒന്ന് ഒഴിവായതിന് ശേഷം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് മുന്നോട്ടെടുത്ത വശമാണ് ബാക്ക് വീല് സ്കിഡായി തെന്നി മാറി ഒരു സൈഡിലെ കുഴിയിലേക്ക് ഇരുന്നു. ഒരു പൊടിക്കൂടി മുന്നോട്ട് എടുക്കായിരുന്നെങ്കിൽ വണ്ടി നേരെ ആ കുഴിയിൽ നിന്ന് ചാടി താഴത്തേക്ക് വലിയൊരു കുഴിയാണ്, അതിലേക്ക് മറിഞ്ഞാനായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ചവിട്ടി അങ്ങ് നിർത്തി. മഴയും ഭാഗ്യത്തിന് ഉണ്ടായില്ല. മഴ ഉണ്ടെങ്കിൽ കൂടി ആ കുഴിയിൽ കൂടെ ഒന്ന് വെള്ളം വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ക്രെയിൻ വിളിച്ചിട്ടുണ്ട്, പൈസ പറഞ്ഞ് സെറ്റിലൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ. ഇനിയിപ്പോൾ വലിച്ച് വണ്ടി കയറ്റി. ഒരു രക്ഷയില്ലാത്ത ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടി പോയതുണ്ടോ? വണ്ടി ഒന്നും അങ്ങോട്ട് ഒരു പൊടിക്കൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കുറയുള്ളൂ. ഇത്തരത്തിലുള്ളൊരു റോപ്പ് വെച്ച് വലിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ കയറി പോകുന്നില്ല. അങ്ങനെയെങ്കിൽ വണ്ടി നമ്മൾ വേറെ വണ്ടി വെച്ചിട്ട് കെട്ടി പിടിക്കാന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അത് അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ വണ്ടി നേരെ താഴത്തോട്ട് മറിഞ്ഞു പോയതായിരുന്നു. ടെൻഷനടിച്ച് ഇല്ലാണ്ടായി കേട്ടോ. ഇത്രയും കാലം ഈ വഴി വന്നിട്ട് നമ്മൾ മാക്സിമം ഈ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ഈ ഈർപ്പില്ലാത്ത ഭാഗത്തിന് നമ്മൾ വണ്ടി കൊടുക്കാറുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കി അങ്ങനെ നിർത്തിയതാണ്. ഇനി ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ റൈറ്റ് ഓടിച്ച് റോട്ടിലേക്ക് കയറിയതാണ്. പക്ഷെ ബാക്ക് വീല് സ്കിഡായി ഇങ്ങോട്ട് പോരുന്നത് ശ്രദ്ധിച്ചില്ല. കണ്ടല്ലേ, ഈ ഒരു ഭാഗത്താണ് വന്നിരുന്നത്. വലിയ കുഴിയൊന്നുമല്ല, പക്ഷെ വണ്ടി കയറുന്നില്ല. വണ്ടി പിന്നെ നമ്മളൊക്കെ മുന്നോട്ട് കാല് കൊടുക്കുമ്പോൾ സ്കിഡായി അങ്ങനെ പോവാണ് വണ്ടി. നമ്മൾ കണ്ടില്ലേ, ഈ ഒരു സൈഡിലാണ് ഇതിന് റോഡിനോട് ചേർന്നിട്ടാണ് ഇട്ടിരുന്നത്. നമ്മൾ വലത്തോട്ട് ചേർന്ന് എടുത്തപ്പോൾ സ്കിഡായി ആ മൂല ബാക്ക് വശം മൊത്തം ആ കാടിൻ്റെ ഭാഗത്തേക്ക് പോയി. ഒരു പൊടിക്കൂടി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നമ്മളെ റേസ് ചെയ്ത് മുന്നോട്ട് എടുക്കായിരുന്നെങ്കിൽ വീണ്ടും സ്കിഡായിട്ട് അപ്പുറത്ത് കാട്ടിലേക്ക് അങ്ങനെ മറിഞ്ഞാനായിരുന്നു. അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അതങ്ങനെ രക്ഷപ്പെട്ടു പോയി. ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. വണ്ടി ഓടിക്കുന്നവർ ഇതേപോലെ താഴ്ചയുള്ള ഭാഗങ്ങളിൽ ചേർത്ത് നിർത്താതിരിക്കുക. മാക്സിമം ചെടികളിലോടത്തൊന്നും നിർത്താതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.